വേടനെതിരെ വിമർശനമുയർത്തിയ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികലയെ തള്ളി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. വേടനെതിരെ എൻ.ഐ.എക്ക് പരാതി നൽകിയ മിനി കൃഷ്ണകുമാറിനും രൂക്ഷ വിമർശനം. ഇനി പരസ്യ പ്രതികരണങ്ങൾ നടത്തരുതെന്ന നിർദ്ദേശവുമായി ബി.ജെ.പി. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. വേടന്റെ ജനസ്വീകാര്യതയ്ക്ക് മുന്നിൽ പതറി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. റാപ്പർ വേടനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയ ഹിന്ദു ഐക്യവേദി മുഖ്യ ഉപദേഷ്ടാവ് കെ.പി. ശശികലയെയും പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറിനെയും വിമർശിച്ച് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. വേടനെ കുറിച്ച് ഇനി പരസ്യ വിമർശനങ്ങൾ നടത്തരുതെന്ന കർശന നിർദ്ദേശവും ബി.ജെ.പിയുടെ ഇതര ഘടകങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. വേടനെതിരെ ഉയർത്തിയ അതിതീവ്ര ആരോപണങ്ങൾ ബൂമറാങ്ങായി തിരിച്ചടിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ വിധമൊരു തീരുമാനത്തിലെത്താൻ പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തയ്യാറായത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം ആസന്നമായ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന്റെ വികാരങ്ങൾ തിരിച്ചറിയാതെ നടത്തുന്ന പ്രതികരണങ്ങൾ തിരിച്ചടിയായി മാറുമെന്ന പൊതുവിലയിരുത്തലാണ് ബി.ജെ.പിക്കുള്ളത്. ഹിരൺദാസ് മുരളി എന്ന വേടന് യുവതലമുറയിൽ വളരെയേറെ സ്വീകാര്യതയാണുള്ളത്. വേടന്റെ ഓരോ സംഗീത പരിപാടികളിലും 10,000-കണക്കിന് പേർ എത്തിച്ചേരുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. വ്യക്തവും ശക്തവുമായ രാഷ്ട്രീയമാണ് പാടിയും പറഞ്ഞും തന്റെ വേദികളിൽ വേടൻ ആരാധകരുമായി പങ്കുവെക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ടവന്റെ വേദനകളും ജാതീയ വേർതിരിവിനെതിരായ ചെറുത്തുനിൽപ്പും അസമത്വങ്ങൾക്കെതിരായ ചോദ്യം ചെയ്യലുമെല്ലാം വേടന്റെ റാപ്പ് സംഗീതവേദിയെ വേറിട്ട് നിർത്തുന്നു. വേടൻ ഉയർത്തുന്ന പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാത്തവരാണ് അവന്റെ ജാതീയ പശ്ചാത്തലവും ശരീരത്തിന്റെ നിറവുമെല്ലാം ആക്ഷേപബുദ്ധിയ ഉയർത്തി കയ്യടി നേടാൻ ശ്രമിക്കുന്നത്. അവന്റെ ജീവിത സാഹചര്യവും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന ചർച്ചകളുമെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അതേസമയം സവർണ ജാതി മേൽക്കോയ്മയ്ക്കെതിരെയും സാമൂഹ്യ അനീതികൾക്കുമെതിരെ വേടൻ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ജനകീയ സ്വീകാര്യത പ്രഖ്യാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനം ബി.ജെ.പിയും മറ്റ് സംഘപരിവാർ സംഘടനകളുമാണ്. വേടന്റെ ആരാധകരായ യുവതലമുറകൾ വലിയൊരു വോട്ട് ബാങ്ക് കൂടിയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അവർ നടത്തുന്ന ചർച്ചകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതും. വേടനെ പരോക്ഷമായി പോലും കടന്നാക്രമിക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന നിരീക്ഷണത്തിൽ ബി.ജെ.പി. നേതൃത്വം എത്തിയത് ഈ സാഹചര്യത്തിലാണ്. അത്യന്തം കലുഷിതമായ ഈ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെയാണ് എരുതിയിൽ എണ്ണ ഒഴിക്കും വിധമുള്ള പരാമർശങ്ങളുമായി അത്യന്തം അക്രമോത്സുകമായി കെ.പി. ശശികല രംഗത്തെത്തിയത്. ജാതീയതയും അത്യന്തം വർണ്ണവെറിയും കലർത്തി അവർ വേടനെതിരെ ആഞ്ഞടിച്ചു. പട്ടികജാതിക്കാർ അവരുടെ ജാതി പാട്ടുകൾ പാടണം, ഗോത്രകലകൾ ചെയ്യണം, റാപ്പ് എന്തിനു പാടണം എന്നു തുടങ്ങി വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്ന വിധത്തിലായിരുന്നു സംഘപരിവാർ നേതാവ് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത്. ഇതോടെ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രോളുകളും കമന്റുകളും നിറഞ്ഞു. മറുപടി നൽകാനാവാതെ ബി.ജെ.പി. വക്താക്കളും കുഴങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേടൻ ആക്ഷേപിച്ചു എന്ന പരാതിയുമായി പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ എൻ.ഐ.എക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും ഇതിനിടെ പരാതി നൽകിയതും തിരിച്ചടിയായി. തന്റെ പാട്ടിൽ ഒരിടത്തും നരേന്ദ്രമോദിയെ വേടൻ നേരിട്ട് പരാമർശിച്ചിരുന്നില്ല. വേടൻ പറഞ്ഞ ഭരണാധികാരി മോദി തന്നെ എന്നുറപ്പിച്ച് കൗൺസിലർ രംഗത്ത് വരികയായിരുന്നു. എന്നാൽ ഇത്തരം ആക്ഷേപം ഉന്നയിക്കും മുമ്പ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ അനുവാദം കൗൺസിലർ നേടിയിരുന്നതുമില്ല. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പി. നേതൃത്വം മിനി കൃഷ്ണകുമാറിനെ അതൃപ്തി അറിയിച്ചതും തുടർ പ്രതികരണങ്ങൾ വിലക്കിയതും. പൊതുസമൂഹത്തിന്റെ വികാരമറിയാതെയും വേടന് പിന്നിലെ ജനകീയ സ്വീകാര്യത തിരിച്ചറിയാതെയും പ്രവർത്തിക്കുന്നതിൽ ജനം ടി.വി. മുന്നിലാണെന്ന ആക്ഷേപവും ബി.ജെ.പി. നേതൃത്വത്തിനുണ്ട്. ജനം ടി.വിക്ക് നേതൃത്വം നൽകുന്ന അനിൽ നമ്പ്യാരുടെ നിലപാടുകൾ ദോഷം ചെയ്യുന്നു എന്ന വിലയിരുത്തലും ബി.ജെ.പിക്കുണ്ട്. കഴിഞ്ഞ ദിവസം ജനം ടി.വിയിൽ നടന്ന ചർച്ചയിൽ ബി.ജെ.പി. സഹയാത്രികനായ എം.കെ. ഹരിദാസ് ഇക്കാര്യം തുറന്നടിച്ചിട്ടുമുണ്ട്. അതിനെ തുടർന്ന് ജനം ടി.വിയുടെ യൂട്യൂബിൽ ഒട്ടേറെ ബി.ജെ.പി. പ്രവർത്തകരാണ് അനിൽ നമ്പ്യാർക്കെതിരെ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നത്. വേടന്റെ നിലപാടുകളോടുള്ള യോജിപ്പ് കൊണ്ടല്ല, മറിച്ച് വേടന്റെ ജനകീയ സ്വീകാര്യത തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ വിധത്തിൽ മാറി ചിന്തിക്കാൻ രാജീവ് ചന്ദ്രശേഖറും മറ്റ് ബി.ജെ.പി. നേതാക്കളും തയ്യാറായത്. ശശികലയെ പോലെയുള്ളവരുടെ വിഷം നിറഞ്ഞ പ്രഖ്യാപനങ്ങൾക്ക് കേരള സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇടം നഷ്ടപ്പെടുന്നുവെന്ന നിശബ്ദ പ്രഖ്യാപനം കൂടിയാണിത്. നേതൃത്വം ഈ വിധമൊരു നയം കൈക്കൊണ്ടതോടെ വേടനെ എതിർക്കാതെ നിശബ്ദരായേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് ബി.ജെ.പി. അണികൾ ഇപ്പോൾ ഉള്ളത്.